പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥി സമരത്തിൽ അമിത്ഷാ മറുപടി പറയുമെന്ന നിർദ്ദേശം തള്ളിയ പ്രതിപക്ഷം പ്രതിഷേധം തുടരാനാണ് സാധ്യത. FCRA ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ ഇന്ന് തീരുമാനിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് പാർലമെന്റ് വലിയ രീതിയിലുള്ളൊരു പ്രക്ഷുബ്ധമായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തിയത്. ഇന്നും അത് തന്നെ തുടരാനായിരിക്കും സാധ്യതയല്ലേ? ഇന്ന് സമ്മേളനം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ഗോപിക, തീർച്ചയായും ഈ ഒരു വർഷകാല സമ്മേളനം മുഴുവൻ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ ബഹളത്തിൽ പ്രതിഷേധത്തിൽ മുങ്ങിയ ഒരു സമ്മേളനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാ ദിവസങ്ങളിലും വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CJP സമരത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ലോക്സഭയിൽ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിനകത്തും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിന് പുറത്തും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭ തടസ്സപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് മറുപടി പറയുക എന്ന ചോദ്യം ഉയർത്തുകയും താൻ ലോക്സഭയിൽ ഉണ്ടാകും, ഏത് ചോദ്യത്തിനും പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യത്തിനും ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ ഇന്ന് വൈകിട്ട് 3 മണി വരെ ചർച്ചയിൽ പങ്കെടുക്കാം, ചർച്ച ചെയ്യാം എന്ന് അമിത്ഷാ നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ആ നിർദ്ദേശത്തിന് വഴങ്ങാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം ചെയറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചർച്ച ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം തന്നെ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചർച്ച ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നത് മര്യാദയല്ല എന്നുള്ളതായിരുന്നു ചെയറിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. ഏതായാലും ഇന്നും ഈ CJP സമരത്തിലെ പോലീസ് നടപടി കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേട് എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും പ്രതിഷേധിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നീക്കം. ഒപ്പം ഇത്തരത്തിൽ വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമാണ്. നിലവിൽ ലിസ്റ്റ് ചെയ്തത് പ്രകാരം പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും വരാനില്ല. ഈ വർഷകാല സമ്മേളനത്തിൽ പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് രാജ്യത്ത് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന, അതായത് അത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ തെളിയിക്കപ്പെട്ടാൽ കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ഈടാക്കുന്ന തരത്തിൽ അതിന്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്നതിനുള്ള ബില്ല് രാജ്യസഭ പാസാക്കി. അതിനു മുൻപ് ലോക്സഭയും പാസാക്കിയിരുന്നു. പാർലമെന്റ് പാസാക്കിയതിനാൽ ആ ബില്ലുടൻ തന്നെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കും. ഏറെ നിർണായകവും ചർച്ചയുമായിരുന്ന FCRA ബില്ല് കഴിഞ്ഞ ദിവസം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതായാലും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കുകയും ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിനുള്ള 3/2 ഭൂരിപക്ഷം എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് പിന്തുണ നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 11 മണിയോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിനു മുൻപ് പാർലമെന്റ് കവാടത്തിൽ, പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.